ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫീസർ റിക് ഗ്രിംസും അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഷേനും കൂടെ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. ബട്ട് ഡ്യൂട്ടിയുടെ ഇടയിൽ ഒരു ക്രൈം സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പം റിക്കിന്റെ ഷോൾഡറിൽ ഒരു ഗൺ ഷോട്ട് കൊള്ളും ആൻഡ് അയാൾ കോമയിലോട്ട് പോകും. കോമ കഴിഞ്ഞ് കുറെ ആഴ്ചകൾക്ക് ശേഷം റിക്ക് കോമയിൽ എണ്ണിക്കുന്നുണ്ട്. എണ്ണിച്ചു കഴിഞ്ഞ റിക്ക് കാണുന്നത് ഒരു അബാൻഡൻ ആയിട്ട് പവർ ഒന്നും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലും ആൻഡ് കുറെ ഡെഡ് ബോഡീസും. റിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവന് വീട്ടിലോട്ട് പോകും. പക്ഷെ അവിടെ അവന്റെ ഫാമിലി ഒന്നും കാണത്തില്ല. ഒന്നും മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള റിക്ക് സമാധാനത്തോടെ ഒരു പടിയുടെ അവിടെ ഇരിക്കുമായിരുന്നു. അണ്ടിൽ ഒരു കൊച്ചിറക്കം വന്ന് ഷാവലിട്ട് റിക്കിന്റെ മോനെ കടിക്കുന്നവരെ. ആൻഡ് അടി കൊണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിക്കിന് ബോധം വന്നത്. ബോധം വന്നപ്പോൾ റിക്കിന്റെ വൂൺസ് മോർഗൻ എന്ന് പറയുന്ന ആൾ ട്രീറ്റ് ചെയ്യുമായിരുന്നു. അവിടെ മോർഗന്റെ മോനായിട്ടുള്ള ഡേനോ ഉണ്ടായിരുന്നു. മോർഗൻ റിക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. റിക്ക് കോമയിലായ സമയത്താണ് ഈ സോംബി അപ്പോക്ലിപ്സ് വന്നത്. മോർഗൻ റിക്കിനെ അതിജീവിക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കും. ലൈക്ക് സോംബിയെ കൊല്ലണയിൽ അതിന്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആണെന്ന്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം റിക്ക് ആദ്യമായിട്ട് ഒരു സോംബിയെ കൊല്ലുന്നു. റിക്ക് എന്നിട്ട് മോർഗനോട്ട് പിരിഞ്ഞിട്ട് അവന്റെ ഫാമിലിയെ കണ്ടുപിടിക്കാൻ നേരെ അല്ലാനയിലോട്ട് പോകും. ബട്ട് റിക്കിന് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് അവന്റെ ഭാര്യ മോനോട് ഷെയിൻ്റെ അടുത്ത് സേഫ് ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഒരു കുതിരപ്പുറത്ത് റിക്ക് അല്ലാനെ എത്തുക. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു കൂട്ടം വാക്കേഴ്സ് അവനെ വളയുന്നുണ്ട്. ആൻഡ് വാക്കേഴ്സ് എന്ന് വെച്ചാൽ സോംബി. സോ ഈ സീരീസിൽ ആരും സോംബീസിനെ സോംബി എന്ന് വിളിക്കത്തില്ല, വാക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. വെൽ ആ വാക്കേഴ്സിൻ്റെ നിന്ന് രക്ഷപ്പെടാനായിട്ട് റിക്ക് ഒരു ആർമി ടാങ്കിൽ കയറി ഒളിച്ചിരിക്കും. ആ വാക്കേഴ്സ് കാരണം റിക്ക് ആ ടാങ്കിൽ തന്നെ കുടുങ്ങിപ്പോകും. വെൽ എല്ലാ ഹോപ്സും പോകുന്ന സമയത്ത് ആ ടാങ്കിന്റെ റേഡിയോ കൂടെ ആരോ ഒരാൾ റിക്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ റിക്കിനെ ഗ്ലെൻ എന്ന് പറയുന്ന ആൾ ആ ടാങ്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ആക്ച്വലി ഗ്ലെൻ ആയിരുന്നു റിക്കിന്റെ അടുത്ത് റേഡിയോ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഗ്ലെൻ റിക്കിനെ ബാക്കിയുള്ള ആൾക്കാർ സർവേ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. ആൻഡ് അവിടെ വെച്ച് നമ്മൾ പുതിയ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യും. മെറൽ, ആൻഡ്രിയ ആൻഡ് ടീഡോഗ്. വെൽ റിക്ക് വന്നപ്പം അവരാരും ഹാപ്പി അല്ലായിരുന്നു. ബിക്കോസ് റിക്കിന്റെ കൂടെ കുറെ വാക്കേഴ്സും അങ്ങോട്ട് വന്നായിരുന്നു. കൂട്ടത്തിലെ മെരൾ എന്ന് പറഞ്ഞ ആള് നല്ല റേസിസ്റ്റ് ആയിരുന്നു. ആൻഡ് അയാൾ ടീഡോഗിനെ ഒരു കാര്യമില്ലാതെ എടുത്തിട്ടിടിച്ചു. സോ ഇവനിങ്ങനെ തെണ്ടിത്തരം കാണിച്ചായിരുന്നു. ഒരു കാര്യം നടക്കത്തില്ലെന്ന് മനസ്സിലായ റിക്ക് അയാളെ എടുത്തിട്ടിടിച്ച് ലോക്ക് ചെയ്തിടും. ആൻഡ് ബാക്കിയുള്ള ടീംമേറ്റ്സ് അവിടെ രക്ഷപ്പെടാനുള്ള പ്ലാൻ റെഡിയാക്കും. അവരവിടെ രക്ഷപ്പെടാനായിട്ട് ഒരു ട്രിക്ക് ആണ്. പക്ഷെ ആ ട്രിക്കിന്റെ അടുത്ത് എത്തണയിൽ കുറെ വാക്കേഴ്സിനെ കടന്നു പോകണം. സോ വാക്കേഴ്സിന്റെ അടുത്തൂടെ പോകുമ്പോൾ അവർ പിടിക്കാതിരിക്കാനായിട്ട് വേറൊരു വാക്കറിനെ കൊന്ന് അതിന്റെ ബ്ലഡും ഇൻഡസ്റ്റൈനും എല്ലാം അവർ ശരീരത്താക്കും. റിക്കും ഗ്ലെന്നും കൂടെ ഒരു കുഴപ്പമില്ലാതെ വാക്കേഴ്സിന്റെ അടുത്തൂടെ പോകുമായിരുന്നു. പക്ഷെ അപ്പനാണ് അവരുടെ കഷ്ടകാലത്തിന് അവിടെ മഴ പെയ്തത്. ആൻഡ് മഴ കാരണം അവർ തേച്ച ബ്ലഡും ഇൻഡസ്റ്റൈനും എല്ലാം ഒഴിച്ചുപോയി. ബിഫോർ ആ വാക്കേഴ്സ് അവർ പിടിക്കുന്നതിന് മുമ്പ് അവർ നേരെ ട്രക്കിൻ്റെ അടുത്തോട്ട് ഓടി. റിക്ക് ആ ട്രക്ക് എടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ രക്ഷിക്കാൻ പോയി. ആൻഡ് ഗ്ലെന്ന് അവിടെ ഇരിക്കുന്ന കാർ എടുത്ത് ആ വാക്കേഴ്സിന്റെ ശ്രദ്ധ ഇടിക്കാനായിട്ട് പോയി. പക്ഷെ ഓട്ടത്തിന്റെ ഇടയിൽ ടീഡോഗ് അറിയാതെ മെറിലിനെ പൂട്ടിയ ഹാൻഡ് കഫിന്റെ താക്കോല് കളയും. സോ അവർ മെറിലിനെ അവിടെ ചാവാനിട്ടിട്ട് പോകും. അടുത്ത എപ്പിസോഡിൽ റിക്കും ടീമും ഫൈനലി അവരുടെ ഫാമിലി സർവൈവ് ചെയ്യുന്ന സ്ഥലത്തെത്തും. റിക്ക് ഭാര്യ മോനെ കണ്ട് വല്ലാണ്ട് ഹാപ്പിയാവും. ബട്ട് ഷെയ്ന് ഒന്നും ഞെട്ടും. ഷെയ്ൻ ആക്ച്വലി വിചാരിച്ചത് റിക്ക് മരിച്ചു പോയെന്ന. സോ അതുകൊണ്ടാണ് ഷെയ്നും റിക്കിന്റെ ഭാര്യയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായത്. റിക്കിന്റെ ഭാര്യ ഷെയ്ൻ്റെ അടുത്ത് വല്ലാണ്ട് കളിക്കുന്നുണ്ട്. ബിക്കോസ് അവൾ വിചാരിച്ച് ഷെയ്ൻ അറിഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഷെയ്നും റിക്കിന്റെ ഭാര്യയും തമ്മിൽ അകന്നു പോകുന്നു. സോ ഇത് കാരണം ഷെയ്ന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സോ ആഫ്റ്റർ എഡ് എന്ന് പറഞ്ഞ തേണ്ടി അയാളുടെ ഭാര്യ തല്ലിയപ്പം ഷെയ്ന് അയാളെ എടുത്തിട്ടിടിച്ചു. ആൻഡ് റിക്കിനുള്ള ദേഷ്യം എല്ലാ ഷെയ്ൻ അയാളുടെ മണ്ടയ്ക്ക് തീർത്തു. ആഫ്റ്റർ സം ടൈംസ് അവർ ക്യാമ്പിന്റെ വെളിയിൽ ഒരു വാക്കറിനെ കണ്ടു. ആൻഡ് അവരെല്ലാവരും കൂടെ അതിനെടുത്തിട്ടിടിച്ചു. സോ അവർക്ക് മനസ്സിലായി ഇനി ഈ ക്യാമ്പിൽ നിന്ന് ഇതേപോലെ കുറെ വാക്കേഴ്സ് വരും. സോ ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണമെന്ന്. ലേറ്റർ മെറിലിന്റെ ബ്രദറായ ഡയറൽ ഡിക്സൺ, ഇവരുടെ പേരെല്ലാം ഭയങ്കര പാടാം. ഓക്കെ, സോ ഡിക്സനും ആ ക്യാമ്പിൽ ജോയിൻ ചെയ്യും. ആൻഡ് ഡിക്സന് മനസ്സിലായി അവന്റെ റേസിസ്റ്റ് ബ്രദറിനെ അവർ ഒറ്റയ്ക്ക് അവിടെ മരിക്കാൻ ഇട്ടിട്ട് വന്നെന്ന്. റിക്കിന് അത് ആലോചിച്ച് നന്നിട്ട് റിഗർട്ട് അടിക്കുന്നുണ്ട്. സോ റിക്കും ഡിക്സനും കുറച്ച് ആൾക്കാരോട് ചേർന്ന് മെറിലിനെ കണ്ടുപിടിക്കാനായിട്ട് തിരിച്ചു പോകും. ആൻഡ് അവർ മെറിലിനെ പൂട്ടിയിട്ട സ്ഥലത്ത് പോകും. ബട്ട് അവിടെ മെറിലിൻ ഇല്ലായിരുന്നു, അവന്റെ കൈ മാത്രമേ ഉള്ളായിരുന്നു. ഇറ്റ് ടേൺസ് ഔട്ട് മെറിലിൻ അവന്റെ കൈ മുറിച്ച് അവിടെ രക്ഷപ്പെട്ടായിരുന്നു. അടുത്ത എപ്പിസോഡിൽ റിക്കും ബാക്കിയുള്ളവരുടെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന നേരത്ത് അവിടെ കുറെ ഡെഡ് സോംബീസിനെ കാണപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് മെറിൽ ആ സോംബീസിനെ കൊന്ന് അവിടെ രക്ഷപ്പെട്ടു. ആൻഡ് അവർ ഏതായാലും ആ സിറ്റിയിൽ എത്തിയോണ്ട് റിക്ക് നേരത്തെ ഡ്രോപ്പ് ചെയ്ത് കുറെ ഗൺസ് ഉള്ള ബാഗ് എടുക്കാന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ കഷ്ടകാലത്തിന് ഗ്ലെന്നിനെ ഒരു ഗ്യാങ് പിടികൂടി. അവരുടെ ഗ്യാങ്ങിന്റെ പേരായിരുന്നു വാറ്റോസ്. അവർ ഗ്ലെന്നിനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ റിക്കിന്റെ കയ്യിരിക്കുന്ന ആ ബാഗ് ഓഫ് ഗൺസ് അവർക്ക് കൊടുക്കണമെന്ന് ഡിമാൻഡ് ചെയ്തു. ആൻഡ് ആ ഗ്യാങ്ങിന്റെ ബേസിൽ നിയർലി ഒരു വലിയ ഗൺ ഷൂട്ട് നടക്കാൻ പോകുന്നതിന് മുമ്പ് റിക്ക് അവിടെ ഒരു അമ്മൂമ്മയെ കണ്ടു. ആൻഡ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ഗ്യാങ്ങുകാരെ ഈ ദുരന്തത്തിന്റെ ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു നഴ്സിംഗ് ഹോം റൺ ചെയ്യുമായിരുന്നു. ആൻഡ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ തോക്കെല്ലാം. മാത്രമല്ല ഗ്ലെന്നിനെ അവരൊന്നും ചെയ്തില്ല. സോ ഇതൊക്കെ കണ്ട് കഷ്ടം തോന്നി നമ്മുടെ പാവം റിക്ക് അവന്റെ കയ്യിരിക്കുന്ന തോക്കിൽ കുറച്ച് തോക്ക് അവർക്കും കൊടുത്തു. ആൻഡ് ബാക്കിയുള്ള തോക്കും കൊണ്ട് അവരവിടുന്ന് സ്ഥലം വിട്ടു. ആൻഡ് റിക്കും ടീമും തിരിച്ച് ക്യാമ്പിലോട്ട് എത്തിയപ്പം അവിടെ ബാക്കിയുള്ളവരെ വാക്കേഴ്സ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. റിക്കും ബാക്കിയുള്ളവരെ ചേർന്ന് ആ വാക്കേഴ്സിനെ എല്ലാം കൊന്നു. ബട്ട് അവർക്ക് മറ്റേ ഭാര്യയെ തല്ലിയ പുള്ളി എഡിനെ ആൻഡ്രിയയുടെ സിസ്റ്ററായ എമിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അടുത്ത എപ്പിസോഡിൽ അവർ മരിച്ചു എല്ലാവരെയും കുഴിച്ചിടുമായിരുന്നു. ഷെയ്നാണ് ഇതിലെല്ലാം ബ്ലെയിം ചെയ്യുന്നത് റിക്കിനെ ആയിരിക്കും. ബിക്കോസ് അവൻ ആ ക്യാമ്പ് വിട്ട് പോയതുകൊണ്ട്. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയ്നും റിക്കിന്റെ ഭാര്യയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള അസൂയാണ്. ആൻഡ് ആ ക്യാമ്പിലുള്ള ജിം എന്ന് പറഞ്ഞ പുള്ളി അവന്റെ വയറ്റിൽ സോംബി അടിച്ച മാർക്ക് ഹൈഡ് വെച്ചേക്കുമായിരുന്നു. ബട്ട് അത് അവർ പിടിച്ചു.
ആൻഡ് റിക്ക് സജസ്റ്റ് ചെയ്തു ഇവിടെ അവരാരും ഇനി സേഫ് അല്ല, സോ എല്ലാവരും ഇവിടെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും സേഫ്റ്റി ഷെൽട്ടറിലോട്ട് പോകാമെന്ന്. റിക്കിന് ഉറപ്പായിരുന്നു ഗവൺമെന്റ് എന്തെങ്കിലും ആന്റിഡോട്ട് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഷെയ്നിന് അതത്ര നല്ല ഐഡിയ ആയിട്ട് തോന്നിയില്ല. ഷെയ്നിന് റിക്കിനോട് ഭയങ്കര അസൂയായിരുന്നു. ലൈക്ക് അവൻ നിയർലി റിക്കിനെ വെടിവെച്ചിട്ടായിരുന്നു. ബട്ട് വെടിവെക്കുന്നതിന് മുമ്പ് അവനെ ഈ ഓൾഡ് മാൻ പിടിക്കും. ഇയാളുടെ പേര് ഡെയിൽ. ഇതേപോലുള്ള സുഹൃത്തുക്കളുള്ളപ്പം എന്തിനാണ് സോംബീസ്? ആൻഡ് അവരുടെ ടീം ഏതെങ്കിലും നല്ലൊരു ഷെൽട്ടർ തപ്പി അവിടുന്ന് പോയായിരുന്നു. ആൻഡ് ജിം അവർക്ക് റിക്വസ്റ്റ് ചെയ്തു അവനെ വഴി കളഞ്ഞിട്ട് പോകാൻ. ജിം സോംബി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് അവന്റെ ഫാമിലിയിലെ എല്ലാവരും ഓൾറെഡി സോംബി ആയി കഴിഞ്ഞായിരുന്നു. അടുത്ത സീനിൽ നമ്മളെ ഒരു ഫെസിലിറ്റി കാണിക്കും. ആ ഫെസിലിറ്റിയിൽ ഒരു സയന്റിസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു. പേര് ഡോക്ടർ എഡ്വിൻ ജെനർ. പുള്ളിക്കാരനാണ് ഈ വൈറസിനെ കുറിച്ച് ഒറ്റയ്ക്ക് 190 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല. അതിന്റെ മണ്ടയ്ക്ക് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ ലാബ് ഫുള്ളും തീപ്പെടും. ആൻഡ് അവിടെയുള്ള സാമ്പിൾസ് എല്ലാം നശിച്ചു പോകും. സോ ഇനിയും ഈ സോംബീസിനെ കുറിച്ച് പഠിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരനാണ് സൂസൈഡിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുള്ളി CCTV ക്യാമറയിൽ റിക്കിനെ കാണുന്നത്. റിക്ക് ആ CCTV ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്ന് കെഞ്ചുമായിരുന്നു ആ സോംബീസ് അവരെ പിടിക്കുന്നതിന് മുമ്പ് അവരെ ആ ഫെസിലിറ്റിയുടെ അകത്തോട്ട് കയറ്റാൻ. അടുത്ത ലാസ്റ്റ് എപ്പിസോഡിൽ ഡോക്ടർ ഇവരെ ആ ഫെസിലിറ്റിയുടെ അകത്തോട്ട് കയറ്റി. ഡോക്ടർ ഇവരുടെ എല്ലാം ബ്ലഡ് ചെക്ക് ചെയ്തു, ഇവർ ആരെങ്കിലും ഇൻഫെക്റ്റഡ് ആണോ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് റിക്കും ടീമും ആ ഫെസിലിറ്റിയിലുള്ള വൈനും ഫുഡും എല്ലാം കഴിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു. ഷെയ്ൻ ആ ഡോക്ടറിനോട് നിർബന്ധിച്ച് ചോദിക്കും ഇവിടെ എന്താ ഒരു സയന്റിസ്റ്റ് മാത്രമല്ല, ബാക്കിയുള്ള സയന്റിസ്റ്റ് എല്ലാം എന്ത് ചെയ്യുന്നു? ഡോക്ടർ പറഞ്ഞു ഈ വൈറസിന് ക്യൂർ കണ്ടുപിടിക്കാൻ ചാൻസ് കുറവെന്നറിഞ്ഞ് ബാക്കി സയന്റിസ്റ്റുകൾ ഒന്നേ സൂസൈഡ് ചെയ്തു, അല്ല അവരുടെ ഫാമിലിയുടെ കൂടെ ഇവിടുന്ന് വിട്ടു പോയെന്ന്. ലേറ്റർ ആ രാത്രി ഷെയ്ൻ വെറും തെണ്ടിത്തരം കാണിച്ച് റിക്കിന്റെ ഭാര്യയെ കയറി പിടിക്കാൻ നോക്കി. പക്ഷെ റിക്കിന്റെ ഭാര്യയ്ക്ക് സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ ഒരു മടിയില്ലായിരുന്നു. അവള് ഷെയ്ന്റെ മുഖത്ത് വലിയൊരു മാന്ത് വെച്ച് കൊടുക്കും. ആൻഡ് ലേറ്റർ ആ ഡോക്ടർ ബാക്കിയുള്ളവരെ ഈ വൈറസ് എങ്ങനെ വർക്ക് ചെയ്യുന്ന കാണിച്ചു കൊടുത്തു. ഈ വൈറസ് തലച്ചോറിലോട്ട് കയറി ചെന്ന് അത് ആ ബോഡിയെ മൂവ് ചെയ്യേണ്ട പാർട്ട് ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടിനെ എല്ലാം നശിപ്പിക്കും. ആൻഡ് പിന്നെ ആ ബോഡി ജസ്റ്റ് ഒരു ഷെല്ലായിരിക്കും. ആൻഡ് ആ ബോഡിയെ ഫുൾ മൂവ് ചെയ്യുന്നത് ആ വൈറസ് ആയിരിക്കും. ആൻഡ് മറ്റൊരു ബാക്കി പറഞ്ഞാൽ ഈ വൈറസിന് ഒരു ക്യൂർ ഇല്ലെന്ന്. അത് മാത്രമല്ല ഇപ്പൊ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ആയിട്ടുള്ള കണക്ഷനും വിട്ടുപോയിട്ടുണ്ട്. സോ ഹ്യൂമൻ സിവിലൈസേഷൻ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി കാണും. ആൻഡ് അപ്പോൾ ഡോക്ടർ ബാക്കിയുള്ള ടീമിനെ ഡോക്ടറിന്റെ കൂടെ ആ റൂമിൽ പൂട്ടിയിടും. എന്നിട്ട് ഡോക്ടർ പറയുന്നു 1 മണിക്കൂർ കഴിയുമ്പം ഈ ബിൽഡിംഗ് തനിയെ പൊട്ടിത്തെറിക്കുമെന്ന്. സോംബി ആവുന്ന ഭേദം ഇങ്ങനെ മരിക്കുന്നതാണ് പുള്ളി പറയുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ സയന്റിസ്റ്റും അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും ഈ ഡോക്ടർ അവിടെ നിന്ന് ക്യൂർ കണ്ടുപിടിക്കാൻ നോക്കിയ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയുടെ ഡൈം വിഷ് ആയിരുന്നത്. കുറച്ച് കരച്ചിലും അടിപിടിയും കഴിഞ്ഞിട്ട് ആ ഡോക്ടർ ബാക്കിയുള്ളവരെ അവിടുന്ന് തുറന്നു വിടും. ആൻഡ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ ഡോക്ടർ റിക്കിന്റെ ചെവിയിൽ ഒരു സീക്രറ്റ് പറഞ്ഞു കൊടുക്കും. ആൻഡ് ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ബട്ട് ആ ഡോക്ടർ മാത്രം ആ റൂമിൽ തന്നെ ഇരിക്കും. എന്നിട്ട് ആ ബിൽഡിംഗ് പൊട്ടിത്തെറിക്കും. ആൻഡ് അങ്ങനെയാണ് വാക്കിംഗ് ഡെഡിന്റെ സീസൺ 1 തീർന്നത്. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ സീസൺ 2 വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക.